എന്ത് വാവ ഉണ്ടാക്കുന്നേ? ഒരു കാറോ? പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തുവാ? ആ ഇന്ന് ഓഗസ്റ്റ് 6. എന്താ പ്രത്യേകത? യുദ്ധം. ഹിരോഷിമ ദിനമാണ്. ദിനം ഓഗസ്റ്റ് 6. ക്രയോൺസ് കടിക്കരുത്. അതിന്റെ കഥയൊന്ന് പറഞ്ഞേ. നോക്കട്ടെ. പറഞ്ഞ കഥ പറ. എവിടാ ബോംബിട്ട? എവിടാ? ഹിരോഷിമയില്. ഹിരോഷിമ എന്ന് പറഞ്ഞാൽ ജപ്പാനിലാണേ. ആരാ ബോംബിട്ടെ? പ്ലെയിനകത്താ? ഏത് രാജ്യക്കാരാ? ആരാ ബോംബിട്ടെ? ആരാ? ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന നമ്മുടെ ആറ്റം ബോംബ് പേരാണ് ലിറ്റിൽ ബോയ്. കിടിലനായിട്ടുണ്ട് കേട്ടോ. ഒരു ഗണപതിയെ പോലെ ഉണ്ട്. ഓക്കെ, തുമ്പിക്കൈ ഒക്കെ വെച്ച്. ഓക്കെ, നമുക്ക് ഇന്നൊരു വീഡിയോ എടുക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തുവായിരുന്നു? ഹിരോഷിമ ദിനം. ഒരു കഥ പറയാൻ പോവാ. ഇല്ല, അറിയത്തില്ല. പറ. അറിയാം. ഈ ജപ്പാന്മാര് ദുഷ്ടന്മാരായിരുന്നു. അന്നേരേ ബോംബ് ആര്? എയറോപ്ലെയിനില് ദുഷ്ടന്മാരായിരുന്നു. എല്ലാരും വെടി വെച്ചു കളഞ്ഞു. ഹിരോഷിമയില് ആറ്റം ബോംബിട്ട് കൊന്നില്ലേ എല്ലാരെയും? അതിന്റെ എത്രാമത്തെ വർഷമായി ഇപ്പൊ ആചരിക്കുന്നത്? 80ാമത്തെ. എന്നായിരുന്നു മോൻ അറിയാവോ? എന്നായിരുന്നു? 1945. ആ ബോംബിന്റെ പേരെന്തുവായിരുന്നു? എന്തുവായിരുന്നു ആ ബോംബിന്റെ പേര്? ലിറ്റിൽ ബോയ്. അപ്പോഴേ മോനെ, ഈ ആറ്റം ബോംബ് കണ്ടുപിടിച്ചു തരാ. വെരി ഗുഡ്. ഹെയ്മർ. എങ്ങനായിരുന്നു? വീഡിയോ ഒക്കെ കണ്ടില്ലായിരുന്നോ? ഫോണിൽ അമ്മ കാണിച്ചു തന്നില്ലേ? അതൊന്ന് പറഞ്ഞേ. അതിന്റെ പേര് എന്താണ്? എൽനോളയോ? അല്ല, എനോള ഗേ. അതായത് ആശമ്മ പറഞ്ഞുതരാം. എന്നാന്ന് പറഞ്ഞേ. പറ. കറക്റ്റ്. അമേരിക്കയിലെ അന്നേരത്തെ പ്രസിഡന്റ് ആരായിരുന്നു? റൂസ്വെൽറ്റ്. ഓക്കെ, അപ്പം ഞാൻ പറയട്ടെ. പണ്ട് ഈ ജർമ്മനി എന്ന് പറയുന്നൊരു രാജ്യം ഉണ്ടായിരുന്നു. അവർ ഭയങ്കര ദുഷ്ടന്മാരായിരുന്നു മോനെ. അപ്പോൾ ഈ ജർമ്മനിക്കാരെല്ലാ രാജ്യവും എന്തോ ചെയ്യും? കീഴടക്കി കൊണ്ടു. ഒരു ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അവിടുത്തെ, ഒരു ഭരണാധികാരി. ഭയങ്കര ദുഷ്ടനായിരുന്നു. അപ്പോൾ ഈ ഹിറ്റ്ലറിൻ്റെ കൂടെയൊക്കെ ചേർന്ന് ഈ ജപ്പാനും എന്തോ ചെയ്തു? ഭയങ്കര ദുഷ്ടന്മാരായി. മോന് മനസ്സിലാവുന്ന രീതിയിൽ പറയുക. അപ്പോൾ ഭയങ്കര 2ാം ലോക മഹായുദ്ധമൊക്കെ ഉണ്ടായി. എല്ലാ ജനങ്ങളെയും ജപ്പാൻകാരങ്ങ് കൊല്ലും മോനെ. യുദ്ധം ചെയ്ത്. മോൻ കണ്ടില്ലായിരുന്ന ഫോണിൽ? എങ്ങനായിരുന്നു? ഇങ്ങനെ കെട്ടിയൊക്കെ ഇട്ടിട്ട് അപ്പം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കൊല്ലുമായിരുന്നു കേട്ടോ മോനെ. അപ്പോൾ ഈ ജപ്പാൻകാർ, ഈ അമേരിക്കയിൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടല്ലോ, നമ്മുടെ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിൻ്റെ, ആ രാജ്യക്കാരാണെങ്കിൽ യുദ്ധത്തിലൊന്നും നിൽക്കാതെ സമാധാനമായിട്ട് മാറി അങ്ങ് നിൽക്കുമായിരുന്നേ. ഈ അമേരിക്കക്കാരുടെ ഒരു യുദ്ധക്കപ്പലൊക്കെ എന്തുവാ നശിപ്പിച്ച ഒരു ഇതുണ്ടായിരുന്നല്ലോ. അത് ഏത് സ്ഥലമായിരുന്നത്? യെസ്, പേൾ ഹാർബർ. ആ പേൾ ഹാർബറിൽ എല്ലാ യുദ്ധക്കപ്പലും എല്ലാം ഈ ജപ്പാൻകാരും നശിപ്പിച്ച് കളയും കേട്ടോ. അമേരിക്കക്കാർ അവർക്കൊരു ശല്യം ഇല്ലാതെ ഒരു സൈഡിൽ നിൽക്കുമായിരുന്നു. പക്ഷേ ഈ വേറെ സൈന്യത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള സഹായമൊക്കെ ചെയ്യുമായിരുന്നു, പട്ടാളക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളേ. അപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ അമേരിക്കക്കാരുണ്ടല്ലോ, ആദ്യമൊക്കെ പറഞ്ഞ് യുദ്ധത്തിനൊന്നും നിൽക്കല്ലേ എന്ന് മര്യാദയ്ക്ക് പറഞ്ഞു ഈ ജപ്പാൻകാരോടും. അങ്ങനെ ഈ ജപ്പാൻകാർ എന്താണെന്നറിയാവോ? അമേരിക്കക്കാരെ 2000 പട്ടാളക്കാരെയൊക്കെ അങ്ങ് കൊല്ലുവർ. കൊന്നപ്പോഴത്തേക്ക്
ഈ ജപ്പാൻ ലോകത്തിലുള്ള എല്ലാ രാജ്യക്കാരെയും ഉപദ്രവിക്കുക അങ്ങ് കേട്ടോ. ഭയങ്കര അഹങ്കാരികളായിരുന്നു ഈ ജപ്പാൻകാരും. അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങളെയൊക്കെ ഇവരിങ്ങനെ ട്രെയിൻ ചെയ്തേ എല്ലാവരെയും കൊല്ലാനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കും ഇവർ. അങ്ങനെ അവസാനം ആയപ്പോഴത്തേക്ക് ചൈനക്കാരല്ല മോനെ, ഈ ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും അവരൊക്കെ ഒരു രാജ്യക്കാരായിരുന്നേ. വലിയ ക്ലാസ്സിലെത്തുമ്പോൾ അതൊക്കെ പഠിക്കും. ആണോ? ഗുഡ്. അന്നേരം നമ്മുടെ അമേരിക്കയിലെ പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, എന്തുവാളുടെ പേര്? റൂസ്വെൽറ്റ്. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് പറയുവേ, ഈ എല്ലാവരും പറയും ഇവന്മാരെ എന്തോ ചെയ്യണം, ബോംബിട്ട് കൊല്ലണമെന്ന് പറയും. കാരണം അങ്ങനെ ചെയ്താലേ ഇവർ പേടിക്കത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഈ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് സമ്മതിക്കത്തില്ല കേട്ടോ. അയാൾ പറയും വേണ്ട, മനുഷ്യന്മാരെ കൊല്ലുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴത്തേ ഈ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് അങ്ങ് മരിച്ചു പോകും. മരിച്ചു പോകുമ്പം മരിച്ചു പോകും മോനെ, ശ്വാസം വരാതെ മരിച്ചു. അപ്പോഴത്തേക്കിനും വേറൊരു പ്രസിഡന്റ് വരും. അയാളുടെ പേരെന്തുവായിരുന്നു? ആരാ? ട്രൂമാൻ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് വരും. അയാൾ എന്ത് ചെയ്യുമെന്നറിയാവോ? നമ്മളെ കയ്യിൽ ഇത്രയും വലിയ അനുഭവം വരുന്നിട്ട് എന്താ അവർക്കെതിരെ നിൽക്കാത്തത്? കാരണം എല്ലാവരും കൊല്ലുമല്ലോ, എല്ലാ രാജ്യവും പിടിച്ചെടുക്കുമല്ലോ ഈ അപ്പോൾ ഉണ്ടല്ലോ മോനെ, ഈ ഓഗസ്റ്റ് 6 രാത്രിയിൽ എന്താണെന്നറിയാവോ, ഈ ഹിരോഷിമയിൽ ഇവർ നേരത്തെ പറഞ്ഞ ഇതുണ്ടല്ലോ, എന്തോ ഇതിൻ്റെ പേര്, ഒരു വിമാനം എനോള ഗേ, ആ വിമാനത്തിൽ പോയിട്ട് ഈ ഹിരോഷിമയിൽ എത്തുമ്പോൾ എന്തോന്നറിയാവോ, നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അവിടെ ഇവർ ഈ വിമാനം ഇങ്ങനെ തുറന്നിട്ട് ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന, അമ്മ കാണിച്ചു തന്നില്ലേ ലിറ്റിൽ ബോയ്? കൊതുക്. ലിറ്റിൽ ബോയ് എന്തോന്നറിയാവോ? അപ്പോൾ എല്ലാ കുട്ടികളും, സ്കൂൾ കുട്ടികളും അങ്ങാണ്ട് അവരെന്തോ ഒരു സംഭവം, ഫയർ ബ്രിക്സ് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യുമായിരുന്നേ. അത് ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കുട്ടികളൊക്കെ നിന്ന് അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നുവെച്ചാൽ ഒരു വലിയൊരു പട്ടണത്തിൽ കളിക്കുമായിരുന്നു. പെട്ടെന്ന് ബോംബ് വീണ് പൊട്ടിത്തെറിച്ച്. ആ തീ വരുന്ന മോൻ കണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നല്ലേ, വട്ടത്തിൽ മേഘം പോലെ ഇല്ലയോ? അതെ. അങ്ങനെ എന്താ ചെയ്തെന്നറിയാവോ? ഈ മേഘ പൊണക്ക് ഈ തീ ഇങ്ങനെ വന്ന് എല്ലാവരും ചാരമായിപ്പോയി, എല്ലാവരെയും കൊന്നു. എന്നിട്ടും ഈ നമ്മുടെ ജപ്പാൻകാർ അടങ്ങിയോ? പഠിക്കത്തില്ല അവർ. അവന്മാർ പിന്നെയും ദുഷ്ടന്മാരാണ്. ഇവന്മാർ കീഴടങ്ങത്തില്ല കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞൊരു ചേച്ചി, 2 വയസ്സുള്ള. ആ ചേച്ചിയുടെ പേര് എന്തുവായിരുന്നു മോനെ? അന്നേരം ഉണ്ടല്ലോ, പറയണ്ട. അപ്പോൾ ഉണ്ടല്ലോ ഒരു വിഷമാവോ? എനിക്കും വിഷമാവും അത് കേട്ടോ. അതെന്തോന്നറിയാവേ, ആ ഹിരോഷിമയിൽ ഈ ബോംബ് വീണില്ലയോ, അപ്പോൾ കുറേ പേരൊക്കെ രക്ഷപ്പെട്ട്. എന്നുവെച്ചാൽ എപ്പോഴും അസുഖമാണ്. അവരെന്തോന്നറിയാവോ, അതിലൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ പേരെന്തുവായിരുന്നു? സുഡാക്കോ സുസാക്കി. ആ ചേച്ചിക്ക് 2 വയസ്സേ ഉള്ളായിരുന്നു, വാവയായിരുന്നേ. അന്നേരം ഇങ്ങനെ ബോംബിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ച് കുറേ നാൾ കഴിഞ്ഞ് ആ ചേച്ചിക്ക് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു? 12 വയസ്സുള്ളപ്പോൾ. 12 വയസ്സുള്ളപ്പോൾ ആ ചേച്ചിക്ക് എന്തോ അസുഖം വന്നു. ക്യാൻസർ വന്ന് ഹോസ്പിറ്റലിൽ കിടന്നു. ഭയങ്കര വേദനയായിരിക്കും കേട്ടോ. അന്നേരം ഉണ്ട്. അപ്പം ഈ ചേച്ചി എന്തോത്തിനെ ഉണ്ടാക്കിയേ? അല്ല, എന്തോത്തിനാ? വെള്ളക്കൊക്കുകളെ ഉണ്ടാക്കി. നമ്മളൊരു കൊക്കിനെ ഉണ്ടാക്കിയില്ലേ സുസാക്കിയുടെ? അതെന്തേ? ഇതായിരിക്കുന്നു. ഇത് കറക്റ്റായിട്ടില്ല. അതെ, എങ്ങോട്ട് കാണിക്ക്. അതായത് അതെന്തോ കഥയെന്നറിയാവോ മോനെ? ഈ സുസാക്കി എന്ന് പറഞ്ഞ ചേച്ചിക്ക് ക്യാൻസറായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നില്ലേ? അറ്റാക്ക് അല്ല, ക്യാൻസർ വന്ന് മരിച്ചുപോയി. അതായത് അവരുടെ വിശ്വാസമേ ഈ ആണോ? ചേച്ചിയുടെ വിശ്വാസം എന്തോന്നറിയാം, ആ നാട്ടുകാരുടെ ഈ വെള്ളക്കൊക്കുകളെ 1000 കൊക്കുകളെ ഉണ്ടാക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ചേച്ചി 1000 ഒന്നും ഉണ്ടാക്കിയില്ല മോനെ, 700 സംതിങ് ഉണ്ടാക്കിയപ്പോൾ ആ ചേച്ചി മരിച്ചുപോയി. പാവം, കുറേ വേദനയൊക്കെ തിന്ന് മരിച്ച്. ജപ്പാൻകാരുടെയാ. അതായത് ഈ ജപ്പാൻകാരുണ്ടല്ലോ, ഭയങ്കര ടെക്നോളജി ആയിട്ട് ഭയങ്കരമായിട്ടും അവർ ഭയങ്കര വലിയ ലോകരാഷ്ട്രമായി. അവർ അന്ന് പരാജയപ്പെട്ടെങ്കിലും മോനെ, തോറ്റുപോയെങ്കിലും അവർ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും
ഭയങ്കര വലിയ രാജ്യമായിട്ട് മാറി. പക്ഷെ അവർ ഭയങ്കര ദുഷ്ടന്മാരായിരുന്നേ. യുദ്ധം ഒരിക്കലും ചെയ്യരുത്. അതെ നോയാന്നോ? അത് സമാധാനത്തോടെ കാണണം. ഓക്കെ, ലോകരാജ്യങ്ങളെല്ലാം സമാധാനത്തോടെ ജീവിക്കണം അല്ലയോ? ഇനി ഒരു എന്തോ ഉണ്ടാവരുതെന്നാ. ഒന്നും ഉണ്ടാവരുത്. യുദ്ധം ഉണ്ടായാലും കേട്ടല്ല. ഒരു ലോകമഹായുധം ഇനി ഉണ്ടാവരുത് ഇല്ലയോ? ആ യുദ്ധത്തിൽ പഠിച്ച എന്നെ ആദരാഞ്ജലികളുള്ളവർക്കും. ബൈ ബൈ.